ഓക്കെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവരെയും ഗുഡ് മോർണിംഗ്. മിഷൻ ഇന്റർനാഷണൽ ടീമിന്റെ മോർണിംഗ് ക്ലബിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച കരീം സാറിനും പൊന്നണ സാറിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു മോർണിംഗ് എല്ലാവരും 90% ആളുകളും ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഉണർന്നിരിക്കുന്നത്. തീർച്ചയായും വിജയിക്കുന്ന ആളുകൾ പരാജയപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വിജയിക്കാത്ത ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉറങ്ങാനൊക്കെ നമുക്കും ഇഷ്ടമാണ്. ഹലോ, രാവിലെ ഉറങ്ങാനൊക്കെ നമുക്കും ഇഷ്ടമാണ്. പക്ഷെ വിജയിച്ച ആളുകളൊക്കെ ആ ഉറക്കത്തെ കുറച്ചു കാലത്തേക്ക് എന്താണ് മാറ്റി വെച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തത്, മാറ്റം ഉണ്ടായത്. ഒരേപോലെ പണ്ടത്തെ കാര്യങ്ങൾ തന്നെ ചെയ്ത് എനിക്ക് വിജയിക്കണം എന്ന് പറയുന്നതിൽ എന്തില്ല, ഒരു വലിയ കാര്യമില്ല. അത് നമ്മൾ വ്യത്യസ്തമായി എന്ത് ചെയ്യണം, ജീവിക്കേണ്ടിയിരിക്കുന്നു, വ്യത്യസ്തമായി ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സക്സസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഫ്യൂച്ചർ MI ലൈഫ് സ്റ്റൈലിലൂടെ ഉണ്ടാവാൻ ക്വാളിഫൈഡ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നു, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളതാണ്. ആ ഇനീഷ്യേറ്റീവിന് പ്രത്യേകം എന്ത് ചെയ്യാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അത് വലിയ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ്. ഓക്കെ. എന്നെ പരിചയപ്പെടുത്തി, പേര് ശ്രീജിത്ത് ശ്രീധരൻ എന്നാണ്. സ്വദേശം നിങ്ങൾക്കറിയാം, ഉള്ളിയേരിയിലാണ്. കാലിക്കറ്റ് ജില്ലയിലെ ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് എന്താ പറയുക, സാധാരണ ഒരു കമ്പനിയുടെ മാനേജറായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ സുഹൃത്ത് എനിക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരുന്നത്. ഞാനിത് തീർച്ചയായും ഈ ഒരു എന്താ പറയുക, എൻ്റെ ഫ്യൂച്ചറായിട്ടോ അല്ല എൻ്റെ പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കുമെന്ന് കരുതി വന്ന ആളല്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞു അവനെന്ത് ചെയ്യണ്ട, മുഷിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ മാത്രം എന്ത് ചെയ്തതാണ്, ഇതിനോട് അപ്രോച്ച് ചെയ്തതാണ്. കുറെ കഴിഞ്ഞ് ബിസിനസ്സൊക്കെ കേട്ട് കുറെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത് തന്നെ. കാരണം അത്ര വലിയ പ്രയോറിറ്റി ഒന്നും ഞാൻ MI ലൈഫ് സ്റ്റൈലിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ കൊടുത്തിട്ടില്ല വലിയ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഒട്ടുമിക്ക ആളുകളും അവരവരുടെ പ്രൊഫഷനുമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും, അവരവരുടെ പ്രൊഫഷനുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കും. പക്ഷേ ആ വ്യക്തി ഇതിനകത്ത് വരില്ല എന്നുള്ളതല്ല അതിനർത്ഥം. നിങ്ങൾ പറയുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വ്യക്തികൾ ഒരു പക്ഷേ ഇപ്പൊ എന്തായിരിക്കാം, അത് എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് ഇവൻ ഇത്ര കാലമായില്ലേ ഞാൻ വിളിക്കുന്നത്, ഇവന് വന്നുകൂടെ, ഇവനെന്താ വന്നാൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു പക്ഷേ തോന്നിയേക്കാം. നമുക്കൊരു എന്താ പറയാ, അവനോടൊരു അദ്ദേഹത്തോടൊരു എന്ത് തോന്നിയേക്കാം, ഒരു അസ്വസ്ഥത തോന്നിയേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അസ്വസ്ഥത വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരവരുടെ മേഖലയിൽ എന്താണ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ അവർക്ക് അറിയാവുന്ന മേഖല അവരുടെ മേഖലയാണ്. പുതിയൊരു മേഖല ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ മേഖലയിൽ സക്സസ് ആവുമോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ അവർക്ക് എന്തില്ല, കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ളൊരു എന്താണ് സാഹചര്യത്തിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ ഇൻഡസ്ട്രി കടന്നു പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാനും. അപ്പൊ ഞാനും അങ്ങനെ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് സീരിയസ് ആയിട്ടൊന്നും ഏറ്റെടുത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, പാർട്ട് ടൈം ആയിട്ട് തുടങ്ങി. അമ്മയ്ക്ക് ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ട് എന്ത് ചെയ്തു, സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. പിന്നെ അതൊരു കരിയർ ആയിട്ട് ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഈ ബിസിനസ് ഞാൻ സീരിയസ് ആവാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്, മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി. നിങ്ങൾക്ക് അറിയായിരിക്കും മഞ്ജു വാര്യർ അല്ലേ. മഞ്ജു വാര്യർ ദിലീപിന് എടുക്കുന്ന ഡിവോഴ്സ് ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് 0 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ് ഓർ നോ? 0 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് ആരറിയപ്പെടുന്നത്, മഞ്ജു വാര്യർ അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചത്? അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ പറയുക,
പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വളരെ മോട്ടിവേറ്റിംഗ് ആണ്. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ തന്നെ, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ അവരുടേതായിട്ടുള്ള ഒരു എന്തുണ്ട്, ഒരു സിഗ്നേച്ചർ ഉണ്ടെന്നുള്ളതാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്, അല്ലെ അവർക്കൊരു ഇൻഡസ്ട്രി കിട്ടി എന്നുള്ളതാണ്. ഹലോ, ഒരു ജോലി കിട്ടി എന്നുള്ളതല്ല, ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് വ്യവസായത്തിന്റെ ഭാഗമായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതാണ് വ്യവസായം, എന്താണ് വ്യവസായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി എന്നാണ് ഇൻഡസ്ട്രിയുടെ പേര്. യെസ് ഓർ നോ? ഹലോ, ഇൻഡസ്ട്രികൾ കിട്ടിയ ആളുകളാണ് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ. ഇൻഡസ്ട്രികൾ കിട്ടിയ ആളുകൾ. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ഇൻഡസ്ട്രി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, അങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഇൻഡസ്ട്രി കയ്യിലേക്ക് കിട്ടിയ ആളുകൾ തന്നെയാണ് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, വലിയ സക്സസ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇൻഡസ്ട്രി അല്ല, ഫ്യൂച്ചർ ആയിട്ടുള്ള 5ഓളം ഇൻഡസ്ട്രികളാണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ കയ്യിലുള്ളത്. റൈറ്റ്. ഒന്ന്, എന്താണ് ആ ഫ്യൂച്ചർ ഇൻഡസ്ട്രികൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. ഹലോ, ഫസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഇന്നുള്ള ആളുകൾ ആരൊക്കെയാണ്? ലുലു ഗ്രൂപ്പ്, റിലയൻസ്, ടാറ്റ, ബിർള. നിങ്ങൾ ആലോചിക്കും, ഇന്ത്യയിലെ വമ്പന്മാരൊക്കെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ മനസ്സിലാക്കി കുറച്ച് മുമ്പ് ഞാൻ കേട്ട ന്യൂസാണ്, റിലയൻസ് ഒരു ചെയിൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചെയിൻ ഷോപ്പ്. അതിനൊരു കോൺസെപ്റ്റ് ഒരു 5 കിലോമീറ്ററിൽ എന്തുണ്ടാവും? അവരുടെ ഷോപ്പ് ഉണ്ടാവും. അവരുടെ ഫാത്തിമയുടെ മ്യൂട്ട് ചെയ്തോളൂ. 5 കിലോമീറ്റർ അവർ ഷോപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. 25 കിലോമീറ്ററിൽ അവർ വെയർ ഹൗസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ വെയർ ഹൗസ് ടു വെയർ ഹൗസ് എന്ത് ചെയ്യും? വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കും. നമ്മളവിടെ ഫില്ല് ചെയ്യാനുള്ള 500 സ്ക്വയർ ഫീറ്റിലുള്ള ഷോപ്പായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ ഏരിയകളിലും ഇവരുടെ ഒരു പ്രസൻസ് അറിയിക്കാൻ പോകുന്ന ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വായിച്ചു. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, 5 കിലോമീറ്ററിൽ ഷോപ്പ് ഫില്ല് ചെയ്യാണ്. നമ്മൾ അതിനേക്കാൾ മേലെയാണ് എന്ത് ചെയ്യുന്നത്, റീറ്റെയിൽ ഇൻഡസ്ട്രി കവർ ചെയ്യുന്നത്. ഓരോ വീടും നമ്മൾ ഷോപ്പാക്കി മാറ്റിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, MI ലൈഫ് സ്റ്റൈൽ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ അതിമനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറാൻ പറ്റും. അവരൊക്കെ എടുക്കുന്നതിന് എത്രയോ മേലെ ടേൺ ഓവർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം മുബീൻ സാറായിട്ട് സംസാരിച്ച സമയത്ത് യൂസഫ് അലി സാറിന് ടോട്ടലായിട്ട് എത്ര സ്റ്റാഫ് ഉണ്ട്? 50,000 സ്റ്റാഫാണെന്ന് തോന്നുന്നു അല്ലേ പ്രവീൺ സാറേ? എൻ്റെ അങ്ങനെയാണ് ഏതോ ഞാൻ കേട്ട മാതിരി 50,000 സ്റ്റാഫാണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് എക്സാക്റ്റ് അല്ല. മുബീൻ സാർ പറയുകയാണ് 50,000 ഡിസ്ട്രിബ്യൂട്ടറൊക്കെ എനിക്കുണ്ടെന്ന്. ഹലോ, കഴിഞ്ഞ 35 വർഷം കൊണ്ട് ഉണ്ടാക്കിയ നെറ്റ്വർക്കാണ് ആര്? യൂസഫ് അലി സാർ. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഉണ്ടാക്കിയ നെറ്റ്വർക്കാണ് ആര്? മുബീൻ മുഹമ്മദ് സാർ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മാൻ പവർ ആണെന്ത് നമ്മുടെ പവർ എന്ന് പറയുന്നത്. ആ മാൻ പവർ ഉണ്ടാക്കാൻ ഈ ഷോർട്ട് പീരീഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ പീരീഡും കുറഞ്ഞുകൊണ്ടിരിക്കുക സക്സസ് ആവേണ്ടതിന്റെ. അതിന് ഇൻഡസ്ട്രിയിൽ വന്ന് ചേരണം. അപ്പോൾ ഒരു ഇൻഡസ്ട്രി നമ്മുടെ കൂടെ ഉള്ളത് റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. ഇത് ഹൈ പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രിയാണ്. മാളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ലുലു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടല്ലോ. അപ്പോൾ റീറ്റെയിൽ എന്ന് പറയുന്ന മേഖല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കെയർ ഓഫിൽ 1000 ഹോം ഷോപ്പിൽ ഉള്ളത്. ഹലോ, നിങ്ങളുടെ ടീമിൽ 1000 ഹോം ഷോപ്പിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഓരോ ഹോം ഷോപ്പിലും ആഴ്ചയിൽ ഒരു 10,000 രൂപയുടെ കച്ചവടം നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 10,000 രൂപയുടെ കച്ചവടം ഒരു ഹോം ഷോപ്പിൽ. 10,000 × 1000 എത്ര വരും? 1 കോടി, അല്ല 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി. ഹലോ, നിങ്ങൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഈ ഇൻഡസ്ട്രിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വളരാം. നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഇതിന്റെ വളർച്ച. അപ്പൊ റീറ്റെയിൽ ഇൻഡസ്ട്രി ഒരു മികച്ച ഇൻഡസ്ട്രിയാണ്. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള സമയം കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇൻഡസ്ട്രി ഏതാ നോക്കാം.
ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. നിങ്ങളുടെ എല്ലാവരെയും ഫോണിൽ നിങ്ങൾ നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഞാൻ പുതിയ ആളുകളോട് പറയുകയാണ്, ഇന്ത്യ ഷോപ്പി എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. UPI പേയ്മെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. ഹലോ, ആമസോൺ നിങ്ങൾ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുമോ? വെറുതെ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾ അവിടെ സെല്ലർ അല്ലെങ്കിൽ? ഫ്ലിപ്കാർട്ട് റെക്കമെൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുമോ? ഡിയർ ഫ്രണ്ട്സ്, ഫ്യൂച്ചർ ഇൻഡസ്ട്രി ആയ ഇന്ത്യയിലെ 2% ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇന്ത്യയിൽ 2% ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഓൺലൈൻ പർച്ചേസ് തുടങ്ങിയിട്ടുള്ളൂ. ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ 2% ആളുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഓൺലൈൻ പ്രസൻസ് വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിലർ ആമസോണാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? നമുക്ക് സ്വന്തമായിട്ട് ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന 108 പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് ടേൺ ഓവർ ഉണ്ടാക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര മഹത്തരമായിട്ടൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാനും നിങ്ങളുള്ളത്. 2 ഇൻഡസ്ട്രീനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും പറയാതിരിക്കുക. ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ് അല്ല ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഇ കൊമേഴ്സ് എൻ്റെ നിങ്ങളുടെയും കയ്യിലുണ്ടെങ്കിൽ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതല്ലേ സത്യം? ഹലോ, ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതല്ലേ സത്യം? ഇതൊന്നും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലോ, ആളുകൾക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലോ, റൈറ്റ്. അപ്പൊ ഇതാണ് ഒരു ഇൻഡസ്ട്രി, രണ്ടാമത്തെ ഇൻഡസ്ട്രി. അപ്പൊ ഇതൊരു ഹൈ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഇൻഡസ്ട്രിയാണ്. റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് മേലെയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇത് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. ഇനി റീറ്റെയിൽ ഇ കൊമേഴ്സിലേക്ക് പൂർണ്ണമായിട്ട് മാറാൻ പോവാണ്. അപ്പൊ അതിന്റെ സാധ്യതയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുക. അടുത്തത് വെൽനസ് ഇൻഡസ്ട്രി. അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കണോ, അസുഖത്തെ പ്രതിരോധിക്കണോ എന്ന് ഒരാളോട് ചോദിച്ചാൽ നോർമലായിട്ട് ഒരാൾ എന്ത് പറയും? സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കണം എന്ന് പറയും. നിങ്ങൾ ബിസിനസ് ഒക്കെ വിടൂ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിടൂ. വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. അസുഖം വന്നിട്ട് ചികിത്സിക്കണോ, അസുഖത്തെ പ്രതിരോധിക്കണോ എന്നൊരാളോട് ചോദിച്ചാൽ സിമ്പിളായിട്ട് അവരെന്ത് പറയും? പ്രതിരോധിക്കണം. ആ ആൻസർ മാത്രം മതി എന്ത് ചെയ്യാൻ? നമ്മൾ ഇതിന്റെ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ ആളുകൾക്ക് ഇപ്പൊ US നോക്കുകയാണെങ്കിൽ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് അവർ യൂസ് ചെയ്യുന്നതാണ്. ഫുഡ് സപ്ലിമെന്റിന്റെ ഭാഗമാണ് അവര്. കാരണം അവർ ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു മകൻ ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. അവരുടെ ഒരു ഫാദറാണ്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ബിസിനസ്സാണ്. അപ്പം ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ പാലക്കാടുള്ള ഒരാളാണ്. അപ്പോൾ മകൻ ഇയാളോട് ബാപ്പയോട് പറയുകയാണ്, കല്യാണം നോക്കുന്ന സമയമാണ്. അപ്പോൾ കല്യാണം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെയുള്ള ആൾക്കാർ മതി. കാരണം നാട്ടിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ പുട്ട്, ദോശ, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ ഒരു ബ്രെഡും ഒരു ഇതും ഉണ്ടെങ്കിൽ, ബട്ടറും ഉണ്ട്, എന്ത് ചെയ്യും? എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. എൻ്റെ ജീവിതം കുറച്ച് ഫാസ്റ്റാണ്. എനിക്ക് അങ്ങനെയൊക്കെ എന്ത് ചെയ്യുള്ളൂ, ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇതിലൊന്നും ഇല്ല, ബ്രെഡിലൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നും കിട്ടുന്നില്ല. നമ്മളെക്കാൾ മോർ ജങ്ക് ഫുഡാണ് എന്ത് ചെയ്യുന്നത് ന്യൂ ജനറേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഇവിടെ നമ്മളെ ശരീരത്തിന് എന്ത് ന്യൂട്രീഷനും വിറ്റാമിൻസും മിനറൽസും ആവശ്യമാണ്. പ്രിവെന്റ് ചെയ്തേ മതിയാവും നമുക്ക് രോഗങ്ങളെ. അതിനുള്ള ഏറ്റവും നല്ല മേഖലയാണ് എന്ത്? വെൽനസ് ഇൻഡസ്ട്രി. അതിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് ഏത്? MI ലൈഫ് സ്റ്റൈൽ. അപ്പൊ ബെസ്റ്റ് പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വെൽനസ് ഇൻഡസ്ട്രിയിലെ ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഏത്? MI ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിന്റെ സാധ്യത എത്രമാത്രമാണെന്നുള്ളത്. അപ്പൊ മൂന്നാമത്തെ ഇൻഡസ്ട്രി ഏതാണ്? വെൽനസ് ഇൻഡസ്ട്രിയാണ്. നാലാമത്തെ ഇൻഡസ്ട്രി ഏതാണ്? ഇതേപോലെ വളരാൻ പോകുന്ന 3 lakh crore ടൺ, മറ്റേ $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. 3 lakh crore ടേൺ ഓവർ ആണ് എന്ത് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്ടേഷൻ. ഈ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ശരിക്കും നമ്മൾ വളങ്ങൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എന്ത് ചെയ്യുന്നു? മോശമാവുന്നു, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്നു. അവിടെ നല്ല വളങ്ങൾ കൊടുത്താലോ? അതിൻ്റെ ഒരു സാധ്യതയാണ് എന്ത് ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയുന്ന ആളുകൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഏതിൻ്റെ? ഈ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, ഇന്ത്യ ഗ്രോയുടെ
ഇന്ത്യാഗ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമുക്ക് എന്തുണ്ട്? അഗ്രികൾച്ചർ 10ഓളം പ്രോഡക്റ്റുകളുണ്ട്. വിളവിലിടേണ്ടത്, വിത്ത് പാകുമ്പോടേണ്ടത്, മുളച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പല മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കും, ഒരു 5000 രൂപയുടെ, ഒരു 3000 രൂപയുടെ, 4000 രൂപയുടെ പ്രൊഡക്റ്റ് വീട്ടിലുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ആ പ്രൊഡക്റ്റ് മതി. നമ്മളെ പച്ചക്കറി തോട്ടങ്ങളും നമ്മളെ ചെടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിലും ഒരു എന്താ പറയുക, ഒരു അഗ്രികൾച്ചറൽ ഇതുണ്ടാവുന്നത് നല്ലതല്ലേ? ഇപ്പൊ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് അറിയില്ല, നമ്മളിത് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ കേരള സ്റ്റോറുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, അത്ര സ്റ്റോക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇത് ചെയ്യുന്നത്, അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. അപ്പോൾ 4ാമത്തെ ഇൻഡസ്ട്രി അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. 5ാമത്തെ ഇൻഡസ്ട്രി ഏതാണ്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇന്ന് ഇടനിലക്കാരെയും പരസ്യക്കാരെയും മാറ്റി അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ 5 ലക്ഷത്തിന് മേലെ വരുമാനമുള്ള സ്ത്രീകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 82% സ്ത്രീകളും ആരാണ്? ഡയറക്ട് സെല്ലേഴ്സ് ആണ്. 82% മേലെ ആളുകൾ ഡയറക്ട് സെല്ലേഴ്സ് ആണ്. അത്ര പൊട്ടൻഷ്യൽ ഉള്ളൊരു ഇൻഡസ്ട്രി. യഥാർത്ഥ വളർച്ച ഡയറക്ട് സെൽ ഇൻഡസ്ട്രിയുടേത് 2025 പറയുന്നത്. ഈ 4 ഇൻഡസ്ട്രി നമ്മളെ കൂടെ ഉണ്ട്. അതിനെയൊക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ത്രൂ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, വ്യവസായികളാണ്. എല്ലാ വ്യവസായികളും തുടങ്ങുന്നത് 0 എന്നാണെന്നേ. ഒറ്റയടിക്ക് വ്യവസായി ആയതല്ല. ആ വ്യവസായി ആയതിന് എന്തുണ്ട്? അതിന്റെ മുൻപ് എന്തുണ്ട്? അവർക്കൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് നമ്മൾ കാണുന്നില്ല. ഞാൻ നേരത്തെ വായിച്ചൊരു കഥ, കൊച്ചബ്സെ ചെറ്റിലപ്പള്ളി, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി. ഞാൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. വി-ഗാർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഞങ്ങൾക്ക്. ഞാൻ കമ്പനികളൊക്കെ ഞങ്ങളെ വർക്ക് ചെയ്ത കമ്പനിയുടെ കോമ്പറ്റേറ്റർ ഒക്കെയാണ്. വി-ഗാർഡ് വയേഴ്സ്, ഫാൻസ്, ഹോം അപ്ലയൻസ്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. വി-ഗാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്? സ്റ്റെബിലൈസറിലാണ്. സ്റ്റെബിലൈസറിന്റെ കമ്പനിയിൽ സൂപ്പർവൈസറായി വർക്ക് ചെയ്യേ സ്വന്തമായിട്ടൊരു സ്റ്റെബിലൈസർ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹവുമായിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ലാതെ, വീട്ടിലെല്ലാവരും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പോൾ നീ എങ്ങനെയാ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമ്പോൾ നീ ഒരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്നത് ശരിയല്ല ഔസേപ്പെ, കൊച്ചൗസേപ്പെ എന്ന് പറയുന്ന ഒരു സാഹചര്യമുള്ള ഒരു ഫാമിലി. ജോലി എന്ന് പറഞ്ഞാൽ കൂടുതൽ അതിന്റെ മുകളിലോട് ചിന്തിക്കാൻ പറ്റാത്തൊരു ഫാമിലി. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു പെർസെൻറ്റേജ് പോലും സപ്പോർട്ട് ചെയ്യാത്ത ഫാമിലി. കല്യാണം കഴിക്കാത്ത സമയത്താണ് ഇദ്ദേഹം. അങ്ങനെ എല്ലാവരുടെയും എതിർപ്പിനെ മറികടന്ന് വേറെ വഴിയില്ല എന്നുള്ള രീതിയിൽ സമ്മതം കൊടുത്ത്, അർദ്ധസമ്മതം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ഇത് വി-ഗാർഡ് എന്ന് പറയുന്ന കമ്പനി. ഇന്ന് അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ സെയിൽസ്മാൻ ആയിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം തന്നെയാണ്. പ്രൊഡക്റ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്യാരി ബാഗിൽ, വടിസഞ്ചി എന്ന് അദ്ദേഹം പറഞ്ഞതിൽ, ഒരു ക്യാരി ബാഗിൽ 1ഉം 2ഉം ക്യാരി ബാഗ് നിറയെ എന്ത് ചെയ്യും? ഈ സ്റ്റെബിലൈസർ ഫില്ല് ചെയ്യും. എന്നിട്ട് കാസർഗോഡേക്ക് എന്ത് ചെയ്യും? ട്രെയിൻ കയറും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ക്യാരി ബാഗിൽ നിറച്ച സ്റ്റെബിലൈസർ ഓരോ ഷോപ്പിൽ 1ഉം 2ഉം പീസ് വെക്കും. ഹലോ, 1ഉം 2ഉം പീസ് വെക്കും. അടുത്ത ആഴ്ച അല്ലെ അടുത്ത മാസം ഓർഡറിനായിട്ട് പോകുന്ന സമയത്ത് അവർ പറയും, മോനെ ഇത് വിറ്റിട്ടില്ല. ചെറിയ പയ്യനല്ലേ, മോനെ ഇത് വിറ്റിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്, വിറ്റാലേ പൈസ തരാൻ പറ്റുള്ളൂ. ഹലോ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അത് വിറ്റിട്ടില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം കയറിയ സാധനം വെച്ച ഷോപ്പുകളിലൊക്കെ കയറി എന്ത് ചെയ്തു? സെയിൽസ്മാൻ കൂടിയായി. കസ്റ്റമർ വരുമ്പോൾ വി-ഗാർഡിന്റെ സ്റ്റെബിലൈസറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തുടങ്ങി. സ്വന്തം ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി വേറൊരു കടയിൽ വെച്ച സാധനം വിൽക്കുകയാണ്. അങ്ങനെ വിറ്റ ഇദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥത കണ്ടിട്ട്, പ്രൊഡക്റ്റ് ഒന്നും കണ്ടിട്ടല്ല, അന്ന് വി-ഗാർഡ് അറിയില്ലല്ലോ ആളുകൾക്ക്, വേറെ ബ്രാൻഡല്ലേ ഉള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥത കണ്ടിട്ട് അടുത്ത ഓർഡറും കൂടി കൊടുത്തു. അങ്ങനെ തുടങ്ങി, അങ്ങനെ അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിൽ തുടങ്ങിയ സ്ഥാപനമാണ് എന്ത്? ഇന്ന് വി-ഗാർഡിന്റെ സ്റ്റെബിലൈസറൊക്കെ 100 കണക്കിന് സ്റ്റെബിലൈസർ പല ഹോം അപ്ലയൻസ് ഷോറൂമിലും ഉണ്ടാവാം. 1ഉം 2ഉം സ്റ്റെബിലൈസർ വിൽക്കാൻ സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്ത് അത് വിറ്റ് എന്താണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കണ്ടിട്ട് വെച്ച ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് തുടങ്ങിയ ആളുകളാണ് എന്ത്? വി-ഗാർഡിന്റെ ഇന്നത്തെ ഡീലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അവിടുന്ന് തുടങ്ങിയ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്
വി-ഗാർഡിൽ നിന്ന് വയറായി, ഫാനായി, ഒരുപാട് ഉൽപ്പന്നങ്ങളായി, വി-ഗാർഡ് പ്രോപ്പർട്ടീസായി, വി-ഗാർഡ് വാട്ടർ തീം പാർക്കായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നല്ല വാട്ടർ തീം പാർക്കിൽ ഒന്ന് വി-ഗാർഡിന്റെ ആണ്, വണ്ടർലയാണ്. അങ്ങനെ വലിയ എന്താ പറയുക വ്യവസായിയായി മാറിയിരിക്കുകയാണ്. ആ വ്യവസായിയുടെ തുടക്കം എന്താണ്? ഈ ക്യാരി ബാഗിൽ സ്റ്റെബിലൈസറുമായി പോയതാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ കയ്യിലൊരു വ്യവസായമാണെന്നുള്ളതൊന്ന് ബോധ്യപ്പെടണം. ഹലോ, ഇത് ബോധ്യപ്പെട്ടാലേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു വ്യവസായിയുടെ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. വ്യവസായിയുടെ മൈൻഡ് സെറ്റും വ്യവസായിയുടെ ബോധ്യവും നമുക്ക് ഉണ്ടാവണ്ടേ? എന്തുകൊണ്ട് ആളുകൾ സീരിയസ് അല്ലാത്തത്? ബോധ്യമില്ല. ഞാൻ ചെയ്യുന്ന മേഖല എന്താണെന്നോ, ഞാൻ ചെയ്യുന്ന മേഖലയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നോ കഥയറിയാതെ ആട്ടം കാണുമെന്ന് പറയില്ലേ? പലരും അങ്ങനെയാണ്. എന്തുകൊണ്ട് 5% ആളുകൾ സക്സസ് ആവുന്നത്, അല്ലെങ്കിൽ 10% ആളുകൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സക്സസ് ആവുന്നത്? ഈ സക്സസ് ആയ ആളുകൾ ബോധ്യമുള്ള ആളുകളാണ്, ഇതിനെ മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പൊ ആ ഒരു മനസ്സിലാക്കൽ നമ്മളും നടത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിലോ, 2025 വന്നു നിൽക്കുമ്പോൾ 25 വർഷത്തിന് മേലെ, 1/4 നൂറ്റാണ്ടിന് മേലെ എന്ത് കഴിഞ്ഞു? ഈ ഇൻഡസ്ട്രിയുടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പ്രവർത്തിച്ചു കഴിഞ്ഞു 1/4 നൂറ്റാണ്ടിന് മേലെ. ഈ 1/4 നൂറ്റാണ്ട് കൊണ്ട് ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കിയ ടേൺ ഓവർ എത്രയാണ്? 22,000 സംതിങ് ക്രോറാണ്. 22,000 കോടിയാണ് ഈ ഒരു 1/4 നൂറ്റാണ്ട് കൊണ്ട് ഈ ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 2025 ഈ ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ടേൺ ഓവർ എത്രയാണ്? 2025 ഈ ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ടേൺ ഓവർ എത്രയാണ്? 65,500 കോടി. ഹലോ, 65,500 കോടി. ഈ 1/4 നൂറ്റാണ്ട് കൊണ്ടുണ്ടാക്കിയ ടേൺ ഓവറിനെ ഓവർടേക്ക് ചെയ്യുമെന്നാണ് ആര് പറയുന്നത്? KPMGയും ഫിക്കും ഇന്ത്യ ഗവൺമെന്റും പറയുന്നത്. ഈ ഒരൊറ്റ വർഷം കൊണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് നിങ്ങളോട്, ഈ ഇൻഡസ്ട്രി ഈ വർഷം തൂത്തുവാരും. ആരെടുക്കുമെന്ന് ചോദിച്ചാൽ ഇത് സീരിയസ് ആവുന്ന ആളുകൾ എടുക്കും. ആ സീരിയസ് ആവുന്ന ആളുകളുടെ ഒരാളായി ഞാനും നിങ്ങളും മാറിയേ മതിയാവും. അതിനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം നമ്മൾ കാണിച്ചേ മതിയാവും. 18 മില്യൺ യൂത്ത് 2025 ഒരു കരിയർ ആയിട്ട് ഏറ്റെടുക്കുന്നതാണ് ഗവൺമെന്റ് പറയുന്നത്. മലേഷ്യയിൽ ഉള്ളതുപോലെ ഒരു മിനിസ്ട്രി വന്നാൽ അവസ്ഥ ആലോചിക്കുക നിങ്ങൾ. സ്വന്തമായിട്ടൊരു മിനിസ്റ്റർ ഡയറക്ട് സെല്ലിംഗ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ആലോചിക്കുക നിങ്ങൾ. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എങ്ങോട്ടായിരിക്കും? സോ സീരിയസ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഇൻഡസ്ട്രി അല്ല, ഈ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം വേറെ 4 ഇൻഡസ്ട്രികളെ കൂടെയാണ്. യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് നമ്മൾ. ഒരു ഇൻഡസ്ട്രിയുടെ ബെനിഫിറ്റ് ഒന്നും അല്ല കിട്ടുന്നത്. റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ, ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ, അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയുടെ, വെൽനസ് ഇൻഡസ്ട്രിയുടെ, ഒപ്പം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ. ഹലോ, ഞാനും നിങ്ങൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ സാധ്യതയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിനെ എന്താ ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം, എൻ്റെ സ്പീച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ 5 ഇൻഡസ്ട്രികൾ എൻ്റെ കൂടെ കിട്ടിയ സമയത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തുകൊണ്ട് മൈ ലൈഫ് സ്റ്റൈൽ ഇത്ര ഫാസ്റ്റ് ആയിട്ട് വിജയിക്കുന്നു? നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിന് ഗുണകരമായി മാറുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിന് ഗുണകരമായി മാറുകയാണെങ്കിൽ എന്തു ചെയ്യും? സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകുന്നു. എന്തുകൊണ്ടാണ് MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളുകൾ വലിയ സക്സസ് ഉണ്ടാക്കുന്നത്? നമ്മളെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ള, ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 100 കണക്കിന് പ്രൊഡക്റ്റ് ഉള്ള കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. MI ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, ഞാൻ നല്ല കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ജെനുവിൻ കമ്പനികൾ ലിസ്റ്റിൽ പറയുകയാണെങ്കിൽ MI ലൈഫ് സ്റ്റൈൽ മാത്രമല്ല ഞാൻ പറയാം, നമ്മളെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. എന്തുകൊണ്ട് MI ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ സക്സസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനുള്ള കാരണം. ഇത്രയും 5 ഇൻഡസ്ട്രികൾ നമ്മുടെ കൂടെ നിൽക്കുമല്ലേ. ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, പ്രീമിയം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 2019 മുതൽ ഇങ്ങോട്ട് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിൽ അവാർഡ് നമുക്കാ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ.
പ്രോഡക്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 4P എക്സലന്റ് ആയ ഒരു കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് MI ലൈഫ് സ്റ്റൈലാണ്. 4P എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് P എന്ന് പറഞ്ഞാൽ പ്രൊഫൈലാണ്. ബെസ്റ്റ് പ്രൊഫൈലുള്ള ഒരു കമ്പനിയാണ്. ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള, ഈ മേഖല എക്സ്പീരിയൻസ് ഉള്ള, മാനേജ്മെന്റ് വരെ ഈ മേഖല എക്സ്പീരിയൻസ് ഉള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് MI ലൈഫ് സ്റ്റൈൽ. സെക്കൻഡ് P എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഒരുപാട് ട്രഡീഷണൽ വെൽനസ് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരൊക്കെ കോമ്പറ്റേറ്റ് ചെയ്യുന്ന ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ മികച്ച സയന്റിസ്റ്റുകളാണ് നമ്മുടെ R&D വിങ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ ബെസ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ താഴെയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇറക്കുന്ന ഉൽപ്പന്നങ്ങളല്ല ഇതൊന്നും. റൈറ്റ്. രണ്ടാമത്തെ P പ്രോഡക്റ്റ് ആണ്. മൂന്നാമത്തെ P പ്രോഫിറ്റ് ആണ്. ഇപ്പൊ പതഞ്ജലി എന്ന് പറയുന്ന കമ്പനി വന്നു. പതഞ്ജലി എന്ന് പറയുന്ന കമ്പനി ഹിന്ദുസ്ഥാൻ ലിവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് പതഞ്ജലിക്ക് നിലനിൽക്കാൻ പറ്റിയില്ല? ഇതിന്റെ ഡീലേഴ്സിന് പ്രോഫിറ്റ് ഇല്ല. പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ഇല്ല. അവർക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ഇല്ലെങ്കിൽ? പ്രോഫിറ്റ് കുറവ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറവുകൊണ്ടല്ല പോയത്. പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ഇല്ല. വന്ന് പതഞ്ജലി എത്ര വലിയ രീതിയിൽ വന്നതാ കേരളത്തിലൊക്കെ. അത്ര ഒരു എന്താ പറയാ, ആ ഒരു മാർക്കറ്റ് സ്പേസ് ഇപ്പൊ ഇല്ല. കാരണം ആ പ്രോഫിറ്റ് കുറവായിരുന്നു ഡീലേഴ്സിന്, പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈസി പ്രോഫിറ്റ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രോഫിറ്റ് മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലാൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്ലാൻ നമുക്ക് പറയാം. കോമ്പൻസേഷൻ പ്ലാൻ എന്ന് പറയാം. പ്ലാനിൽ ബൈനറി ഹൈബ്രിഡ് ആണ്. 2 ബ്രാഞ്ചുകളിൽ ഡെവലപ്പ് ചെയ്യാവുന്ന, അത് ഫ്യൂച്ചറിൽ 4 ബ്രാഞ്ചിലേക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു അട്രാക്റ്റീവ് പ്ലാൻ ആണ്. നാലാമത്തെ P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊമോഷനാണ്. പ്രൊമോഷൻ. ഇന്ന് പല കമ്പനികളുടെയും ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? ലീഡേഴ്സ് ആണ്. ലീഡേഴ്സ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി സേഫ് അല്ല. കാരണം ലീഡർക്ക് എപ്പോഴും എന്ത് ചെയ്യാം, എന്തും തോന്നാം. ടോപ്പ് ലീഡർക്കൊക്കെ ഈഗോ അടിക്കാം. അങ്ങനെയാണ് പല കമ്പനികളും വൈൻഡപ്പ് ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ലീഡേഴ്സിന്റെ ഈഗോ ആണ്. അപ്പൊ ആ ലീഡേഴ്സിന്റെ ഈഗോ കാരണം എന്ത് ചെയ്തു? പല കമ്പനിയും ലീഡേഴ്സ് ആ മാനേജ്മെന്റ് ആയിട്ട് തെറ്റി, ലീഡേഴ്സുമായിട്ട് തെറ്റി. അപ്പൊ കൂടെ വന്ന ആളുകളൊക്കെ വഴിയാതാരായി. കാരണം എന്തില്ല? കമ്പനിക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. കമ്പനിയുടെ ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. ഇവിടെ MI ലൈഫ് സ്റ്റൈലിൽ എന്താണ്? ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്നൊരു ISO സർട്ടിഫൈഡ് അക്കാദമി പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി? എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പ്രൊമോഷൻ. ഇങ്ങനെ 4P എക്സലന്റ് ആയ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലില്ല. ഹലോ, എന്തുകൊണ്ടാണ് MI ലൈഫ് സ്റ്റൈൽ ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആയി നിൽക്കുന്നത്? നമ്മളെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ലീഡ് ചെയ്യാനുള്ള കാരണം അതാണ്. ഈ ഇൻഡസ്ട്രിയെ ലീഡ് ചെയ്യുന്നത് നമ്മളാണ്. അത് കേരളത്തിലും ഇന്ത്യയിലും ലീഡ് ചെയ്യുന്നത് നമ്മളാണ്. ഹലോ, ടേൺ ഓവർ ബേസാണ് ഞാൻ പറയുന്നത്. അതിനുള്ള കാരണം നമ്മളെ ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഉപയോഗിച്ച സമയത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്. ഈ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്തില്ല, എനിക്കിത് സീരിയസ് ആയിട്ട് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അമ്മയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മയ്ക്ക് ജോയിന്റ് പെയിൻ ആയിരുന്നു, വർഷങ്ങളായിട്ടുള്ള ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു. ആ ജോയിന്റ് പെയിനുള്ള നോവേദന ക്യാപ്സ്യൂൾ, സ്പൈറലീന, ചാമ്പിത്തേൽ, നോവേദന ജെൽ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്തു, വാങ്ങിക്കൊടുത്ത സമയത്ത് അമ്മ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പോഴേക്ക് എന്നെ പേര് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാറില്ല, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം 5 ജില്ലയുടെ ചുമതലയാണ്. ഈ 5 ജില്ലയുടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്താണ്, അത്ര ഒരു വേറൊരു കമ്പനിയിൽ വേറൊരു ജോലിയും കൂടി ചെയ്യാനുള്ള ഒരു മൈൻഡിലല്ല. അതിനോടൊപ്പം തന്നെ എനിക്ക് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനും കൂടി ഉണ്ട്. പറമ്പിൽ ബസാറിലെ SPS സെയിൽസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സും കൂടെ, SPS എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത്, പ്രബീഷ്, സജീഷ്, ഇതാണ് SPS സെയിൽസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട്ടിലും കോഴിക്കോടും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം. അതിപ്പോഴും ഉണ്ട്. അത് ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്തു. അവർ നടത്തുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഉള്ള സമയത്ത് എനിക്കൊരു വേറൊരു പ്രൊജക്റ്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റിയ സമയമായിരുന്നില്ല. പക്ഷേ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ ഉപയോഗിച്ചു, അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ 1-2 മാസം കഴിഞ്ഞതിന് ശേഷം, 2 മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്, ഓർമ്മ. അങ്ങനെ 1-2 മാസം കഴിഞ്ഞതിന് ശേഷം അമ്മ, എടാ നീ ആ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ട്, നീ ഒന്നും കൂടെ വാങ്ങിത്തരാണ്, നല്ലതാണ്, എന്തോ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും വാങ്ങിക്കൊടുത്തു. അമ്മ അടുത്ത മാസം വീണ്ടും ചോദിക്കാൻ തുടങ്ങി, വീണ്ടും വാങ്ങിക്കൊടുത്തു. അപ്പോൾ റിസൾട്ടൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ഇവർ വിളിക്കുമ്പോൾ എന്ത് ചെയ്തു, ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തു. അതൊക്കെ മാസങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് ചിന്തിക്കുക, കൊള്ളാലോ, ഇങ്ങനെ റിസൾട്ട് ഉണ്ടെങ്കിൽ അതിന് റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ മാർക്കറ്റിൽ സ്പേസ് ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്തു, ഇവർ വിളിച്ചൊരു പ്രോഗ്രാമിന്, എൻ്റെ സുഹൃത്ത് മുനീറാണ് എന്നെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശൈലേഷ് സാറാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ഈ ഒരു രണ്ടുപേരും എനിക്ക് എന്താണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. എനിക്ക് ബിസിനസ് തന്ന ആളും എന്നോട് ഷെയർ ചെയ്ത ആളൊക്കെ രണ്ടുപേരും എന്താണ് എനിക്ക് പ്രധാനം. പക്ഷേ ഇവരൊന്നും എനിക്ക് എന്തായിരുന്നില്ല, തുടക്കത്തിൽ വലിയ പ്രധാനപ്പെട്ട ആളുകളായിരുന്നില്ല. ഇവരെനിക്കൊരു ശല്യമായിരുന്നു. ഹലോ, ഒരു പക്ഷേ ഇപ്പം നിങ്ങൾ പലർക്കും ശല്യമായിരിക്കാം, പക്ഷെ നാളെ അവരൊക്കെ നിങ്ങൾക്ക് എന്തായി മാറും, ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന, ഇന്നും എൻ്റെ സുഹൃത്ത് മുനീറൊക്കെ ഞാൻ എവിടെ കണ്ടാലും ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്കൊരു ചായ കുടിക്കാൻ ചോദിക്കുന്ന ഒരു എന്തുണ്ട്, പണ്ടുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ അത്ര ഒരു ബന്ധമില്ല. ഇന്ന് എനിക്കൊരു വലിയ ബിസിനസ് തന്ന ഒരു എന്തുണ്ട്, എനിക്കൊരു ഉള്ളിലൊരു സ്നേഹമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കും ആ സ്നേഹം കിട്ടും. ഇപ്പൊ കിട്ടാത്തത് നോക്കണ്ട, കാരണം അവർക്ക് ഇത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. ബോധ്യപ്പെടാത്ത ആളുകൾ നമ്മളെ കൂടെ വരുന്നതുകൊണ്ടാണ്. അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാ. ഞാനും ബോധ്യപ്പെടാത്ത ആളായിരുന്നു. അങ്ങനെ ഈ പ്രോഡക്റ്റും ഇവരുടെ ഫോളോ അപ്പും ഈ റിസൾട്ട് കിട്ടിയ സമയത്തും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ബിസിനസ് ചെയ്യാനുള്ള കാരണം. ഹലോ, എന്നെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കും, ഞാൻ എൻ്റെ ജോലിക്ക് പോയിരുന്നു. ഇവർ വിളിച്ച സമയത്ത് എന്ത് ചെയ്തു, അപ്പം ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ പോയി ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ഇവരല്ല ബിസിനസ്, ഇതിനേക്കാൾ വലിയൊരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലായി. അന്ന് പറഞ്ഞ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ പ്രസന്റേഷൻ കഴിഞ്ഞ് അനീഷ് സാർ പുറത്തുണ്ട്, ഹാളിന്റെ പുറത്തുണ്ട്. അന്ന് അനീഷ് സാർ RTC റാങ്കാണ്. RTC റാങ്കിലെത്തിയ അനീഷ് സാറ് എനിക്ക് അദ്ദേഹത്തിന്റെ അപ്ലിക്കേഷൻ തുറന്ന് കാണിച്ചു തരികയാണ്. സാറേ, ഇത് എന്താണ്, MI ലൈഫ് സ്റ്റൈൽ എന്നാണ് കമ്പനിയുടെ പേര്. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഈ ബിസിനസ്സിലുണ്ട്. 5 വർഷമോ 5 വർഷമായി ഈ ബിസിനസ്സിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിയമവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പുറത്താണ് ഞങ്ങൾ ബിസിനസ് ചെയ്തത്, കേരളത്തിന് പുറത്താണ്. ഇപ്പം ഞങ്ങളെ ടേൺ ഓവർ 75 ലക്ഷം ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്തൊരു സാഹചര്യത്തിലാണുള്ളത്. എന്നിട്ട് എനിക്ക് ആപ്ലിക്കേഷൻ തുറന്ന് കാണിച്ചു തരാം നമ്മുടെ MIന്റെ. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, പടച്ചോനെ, ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യല്ലേ, ഇതൊക്കെ എപ്പോൾ കംപ്ലീറ്റ് ആവാനാ, ഇതൊക്കെ എപ്പോൾ സാധിക്കാനാ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളെ കൂടെ 10ന് മേലെ ഈ 75 ലക്ഷം കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഹലോ, അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തും കാണുമ്പോൾ, ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് എന്താണ്, വാവ് ആണ്, ഓ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കഴിഞ്ഞ ദിവസം അനീസ് സാറ് ടേൺ ഓവർ കഴിഞ്ഞ് കാണിച്ച 500 കോടിക്ക് മേലുള്ള ടേൺ ഓവറാ. ഇപ്പൊ എന്റെ കോൺഫിഡൻസ് എന്താ വെച്ചാൽ അത് ഞാൻ അടിക്കുന്നുള്ളതാ. ഹലോ, അന്ന് നമ്മൾ ഉണ്ടായിരുന്നു, നമുക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2017 ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഫൈബ്രോസ് എന്ന് പറയുന്ന കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക 2017. ഹലോ, 18 ഞാൻ എന്ത് ചെയ്തു, ജോലി റിസൈൻ ചെയ്തു. 2800 രൂപയിൽ കോൺസീൽ വയറിംഗ് പൈപ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രൊഫഷൻ തുടങ്ങുന്നത് 2800 രൂപ ശമ്പളം. 15 വർഷം എടുത്തിട്ടുണ്ട് ഈ 50,000 ആവാൻ. പക്ഷേ MI ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്ത് 2018 എന്ത് ചെയ്തു, ഒരു ജോലി റിസൈൻ ചെയ്തു. 19 എന്ത് ചെയ്തിട്ടുണ്ട്, 1 lakh വരുമാനം ടച്ച് ചെയ്തിട്ടുണ്ട്. 1 lakh വരുമാനത്തിലേക്ക് വരുമാനം ഉയർത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. 2020 ആകുമ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സീലിംഗ് എന്ന് പറയുന്ന ഈ എമൗണ്ട് ക്വാളിഫൈ ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. ഇത് ടാക്സ് കഴിച്ച് 1,93,200 അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതിന്റെ സ്റ്റേറ്റ്മെന്റാണ്. ഇത് എല്ലാ ആഴ്ചയിലും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. 8,40,000 മാസത്തിൽ 8,40,000 എന്ത് ചെയ്യണം, വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ലക്ഷ്യം. 8,40 ആക്കി മാറ്റും നമ്മൾ നമ്മുടെ മന്ത്ലി ഇൻകം. അതൊരു ടാർഗറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പദ്ധതികളും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് നിങ്ങൾക്കൊക്കെ എത്താൻ സാധിക്കും. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പോലെ നാളെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കും. എൻ്റെ വരുമാനം 2,10,000 ആണ്, ഇപ്പോൾ 8,40,000 കംപ്ലീറ്റ് ചെയ്യാനുള്ള പദ്ധതിയായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹം ഉണ്ടാവണം. നിങ്ങളുടെ ഉള്ളിലൊരു അടങ്ങാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതെല്ലാം പോസിബിളായി മാറും എന്നുള്ളതാണ്. അപ്പൊ ഇതെന്റെ ജീവിതത്തിലേക്ക്, ഇതൊന്നും എൻ്റെ പോസിബിൾ അല്ലാത്ത കാര്യമാണ്, എൻ്റെ പ്ലാനിങ്ങിൽ പോലും ഇല്ലാത്ത കാര്യമാണ് എന്ത്, ഈ ഒരു സീലിംഗ് എമൗണ്ട് എന്നൊക്കെ പറയുന്നത്. റൈറ്റ്.
അടുത്തത് അംഗീകാരങ്ങൾ, ഒരുപാട് അംഗീകാരം. ഞാൻ ഒരുപാട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും നമുക്ക് എന്തില്ല, ഒരു മാസം മീറ്റിങ്ങിന്റെ അന്ന് എന്ത് ചെയ്യും, ഒരു അപ്രിസിയേഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ എന്താണ്, വഴക്കും തെറിയും ഒക്കെയാണ്. കോർപ്പറേറ്റ് ലൈഫ് നിങ്ങൾക്ക് അനുഭവിച്ചവർക്ക് അറിയാം. പക്ഷെ ഇവിടെ എന്താണ്, നമ്മളെക്കാൾ എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള മുബീൻ സാറിനെ പോലുള്ള, അനീഷ് ബാബു സാറിനെ പോലെ, ബെന്നി സാറിനെ പോലെ, ശൈലേഷ് സാറിനെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. നമ്മൾ നേടിയ നേട്ടങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആദരവ് തരുന്നു. ഇത് നമ്മുടെ മൈലേജ് കൂട്ടും. ഇതൊക്കെ എൻ്റെ എത്രയോ മൈലേജ് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ്, വാഹനം ഇതാണ്, ഹോണ്ടയുടെ ഒരു വണ്ടിയാണ്. വാഹനത്തിന്റെ ഒക്കെ കഥ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാൻ വേണ്ടി ഞാനും വൈഫും എത്രയോ OLX തിരഞ്ഞ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു 10 ലക്ഷം രൂപയ്ക്ക് മേലെ വിലയുള്ള ഒരു വണ്ടി വാഹനത്തിലേക്കൊക്കെ മാറാൻ എൻ്റെ മനസ്സിനെ വലുതാക്കിയത് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട്. ഹലോ, ഇതാണ് എൻ്റെ ജീവിതത്തിലെ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ഞാൻ നേടാൻ പോകുന്നൊരു കാര്യമാണ്. വീട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതൊരു 1.5 കോടിയുടെ ഒരു പ്രോജക്റ്റ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹലോ, ഇത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം MI ലൈഫ് സ്റ്റൈലാണ്. ഇങ്ങനെയൊക്കെ മാറാൻ നമുക്ക് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ? ആ ബാക്ക്ഗ്രൗണ്ട് ആണ് ആക്ച്വലി എന്ത് ചെയ്തത്, MI ലൈഫ് സ്റ്റൈലിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും ഇതൊക്കെ എന്താണ്, എല്ലാവർക്കും നേടാവുന്ന നേട്ടങ്ങൾ തന്നെയാണ്. ശ്രീജിത്തിന് മാത്രമൊന്നും. നമ്മൾ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും, നിങ്ങളിലേക്കും ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, കടന്നു വരും എന്നുള്ളതാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു മോർണിംഗ് ക്ലബ് എന്ന് പറയുന്നത് എന്താണ്, പൂർണ്ണമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ എത്രമാത്രം നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. എനിവേ, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പുതിയൊരു ദിവസമായിട്ട് കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ദിവസമായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് 2025 നമുക്ക് 3 മാസം കൂടിയേ ഉള്ളൂ, 3-3.5-4 മാസം കൂടിയേ ഉള്ളൂ. ഈ 4 മാസത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വളരെ കമ്മിറ്റഡ് ആയിട്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ഇത്, മിഷൻ ഇന്റർനാഷണൽ ടീം എന്ന് പറയുന്ന നിങ്ങളുടെ ടീം. നമുക്ക് ഭാഗ്യം, കുറെ കാര്യങ്ങൾ ഒത്തുവരണം ഈ ബിസിനസ്സിൽ. എന്താണ്, ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ലീഡർമാരെ കൂടെ നിൽക്കാൻ പറ്റണം. സീരിയസ് ആയിട്ട് ലീഡർമാർ സീരിയസ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വളരുന്ന പറയാം. കാരണം അവർക്ക് വലിയ ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ ഉണർത്താനും നമ്മളെ ഒന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കി വിടാനും ഒക്കെ എന്ത് വേണം, ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുന്നത് എന്താണ്, വേണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടാവുന്നത് ഒരു ഭാഗ്യമാണ്. റൈറ്റ്. അപ്പോൾ ആ ഭാഗ്യം ലഭിച്ച ആളുകളാണ് ആര്, നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ദൈവത്തിന് നന്ദി പറയുക. ആ നന്ദി പറഞ്ഞ് നിങ്ങൾ ശക്തമായിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഞാൻ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും വരുന്ന ദിവസങ്ങളാവട്ടെ, ഇനി വരാനിരിക്കുന്നത് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്, മറ്റന്നാൾ ഒരു കട്ട് ഓഫ് ആണ്. മികച്ചൊരു കട്ട് ഓഫ് ആയിട്ട് ഈ കട്ട് ഓഫ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, ഫ്ലൈ ഹൈ ടൂറൊക്കെ ഉണ്ട്. ആ ടൂറൊക്കെ ഏറ്റവും കൂടുതൽ വിന്നേഴ്സ് വരുന്ന സാഹചര്യത്തിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, എന്നെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ലീഡേഴ്സിനും ഇത് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന പൊന്നണ സാർ ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്, കരീം സാർ ഒക്കെ, നിങ്ങളുടെ നൗഫൽ സാർ അടക്കം ഉള്ള ലീഡേഴ്സ് ഒക്കെ എന്താണ്, നമ്മളെ തൊട്ടടുത്ത ഒരു ബന്ധമുള്ള ആളുകളാണ്, ഒരു ഹൃദയബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് സംവദിക്കാൻ സാധിച്ചതിൽ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇന്ന് എന്നെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പ്രവീൺ സാറിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു.